ഇന്ത്യ വ്യോമതാവളങ്ങളിലൊക്കെ തന്നെ വളരെ സുസജ്ജമായ നിലപാട് സ്വീകരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ സാറ്റലൈറ്റ് സംവിധാനങ്ങളെല്ലാം തകർക്കുന്നു. റേഡിയോ ജാമറുകൾ, അതുപോലെ തന്നെ GPS ജാമറുകൾ ഇവയെല്ലാം സ്ഥാപിച്ചു. ഇതോടുകൂടി പാകിസ്ഥാൻ്റെ വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അവരുടെ റേഡിയോ ഫ്രീക്വൻസി ഉൾപ്പെടെ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, ബ്രഹ്മോസും അഗ്നിയും ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഏത് നിമിഷവും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജമാക്കി നമ്മൾ വെച്ചിട്ടുമുണ്ട്. ഇത് വലിയൊരു ടെൻഷനാണ് അവർക്ക് സൃഷ്ടിക്കുന്നത്. കൂടാതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിലെ ഗംഗ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന 8 വരി പാതയിൽ വലിയ വ്യോമ പരീക്ഷണമൊക്കെ നടത്തുന്നത്. അതായത് നമ്മുടെ കൂറ്റൻ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ വന്ന് റൺവേയിൽ വന്ന് തൊടുന്നത് പോലെ ഈ ഹൈവേയിലേക്ക് വന്ന് തൊട്ട് വീണ്ടും പറന്നു ഉയരുന്നു, അവിടേക്ക് വന്ന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹെലികോപ്റ്ററുകൾ അവിടെ നിൽക്കുന്നു, അവിടെ നിന്ന് പറന്നു ഉയരുന്നു. അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ ഒരു വ്യോമതാവളമായി നമ്മുടെ ദേശീയപാതയെ പോലും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.